ഈ വീട് കണ്ടിട്ട് ആൾതാമസം ഇല്ലാത്തതായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം മുഴുവൻ പള്ള പിടിച്ച് രണ്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇറങ്ങിപ്പോ കാരണം ഈ പന്നി ശല്യം കുരങ്ങ അതല്ലേ നല്ല രീതിയിൽ കാട്ടുപന്നി ശല്യം ഉണ്ടല്ലോ. കാട്ടുപന്നി ശല്യം എന്നും കാട്ടുപന്നി വരുന്നുണ്ട്. അതല്ലേ അതേ കാണുന്ന വീട്ടിലൊന്നും ആൾതാമസം ഇല്ല. ആ വീടെല്ലാം നശിച്ച് കിടക്കുന്ന കേട്ടോ. ഇവരൊക്കെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. ഇത് ആഡിറ്റിലുള്ള ഒരു വ്യൂ പോയിന്റ് ആട്ടോ. ആഡിറ്റ് വ്യൂ പോയിന്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റം ടൗണ്, KSRTC, നമ്മുടെ IGP സ്കൂള്, തേക്കിൻ കൂപ്പ്, നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ. ഹായ്, ടിജോയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ആറക്കുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ആഡിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ആ ആഡിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പൊട്ടമ്പടി മലയ്ക്കും മൂലോടത്തിനും ഇടയ്ക്കുള്ള ഭാഗത്താണ്. അപ്പം ആ നാട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൂലവടത്തു നിന്ന് അശോക വഴിയാണ് ആഡിറ്റ് റോഡിലോട്ട് പോകുന്നത് കേട്ടോ. അശോകയിൽ നിന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ ഒരു 300 മീറ്റർ അപ്പുറത്തായിട്ട് ഒരു സ്ക്രാപ്പ് ഷോപ്പ് കാണും. അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലൂടെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ദൂരമുണ്ട് ആഡിറ്റിലെ ടണലിലേക്ക്. അപ്പോൾ നമ്മൾ ആഡിറ്റിൻ്റെ ഫസ്റ്റ് കലിങ്കിലെത്തി കേട്ടോ. ഫസ്റ്റ് കലിങ്കിലോട് എത്തിയപ്പോഴേക്കും നമുക്കിവിടെ കണ്ട കാഴ്ചയാണ് കുറേ വേസ്റ്റുകൾ നമ്മളിവിടെ കൂട്ടിയേക്കുന്നത് കാണാം കേട്ടോ. എന്ത് വേസ്റ്റാണ്? ഹരിതകർമ്മ സേനക്കാർ എടുത്ത വേസ്റ്റാണോ അതെന്താണെന്ന് അറിയത്തില്ല. കുറേ നമുക്കിവിടെ കാണാം കേട്ടോ. ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നത് പൊട്ടി തകർന്നാക്കുന്നതിൻ്റെ കാഴ്ചകളും കാണാം. ഇതുണ്ടോ, കുറേ പ്ലാസ്റ്റിക് കുപ്പികൾ, സ്ലേറ്റ്. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരികൾ നീക്കം ചെയ്യുക. 1985 ഉണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ ഇവിടെയുള്ള ഒരു രണ്ട് വീട്ടിലെ 9 അംഗങ്ങൾ മരിച്ചിരുന്നു. അപ്പോൾ ആ ഉണ്ടായ സ്ഥലം കേട്ടോ നമ്മൾ ഈ കാണുന്ന കടയുടെ ഈ പരിസര പ്രദേശങ്ങളിലായിരുന്നു അന്ന് സംഭവം ഉണ്ടായത്. ഏകദേശം ഒരു 40 വർഷത്തോളമായി ഈ സംഭവം ഉണ്ടായിട്ട് കേട്ടോ. അത് നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ നിൽക്കുന്ന തെങ്ങിൻ്റെ അത്രത്തോളം വെള്ളം അടിച്ചു കയറി വീടൊക്കെ ഇവിടെ വന്ന് കിടന്നതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ബോഡിയൊക്കെ കിടന്നത് ഈ ഭാഗത്തൊക്കെ ആയിരുന്നു. അതൊക്കെ ഓർക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളിതിനെക്കുറിച്ച് മുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ആഡിറ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് പോകാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി അത്യാവശ്യം ഈ അടുത്ത കാലത്തൊക്കെ ടാർ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടങ്ങളെല്ലാം നമുക്ക് വീടുകൾ കാണാം കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങ് അകലത്തി ചെല്ലും തോറും വീടുകളുടെ എണ്ണം വളരെ കുറഞ്ഞു വരിക. ഈ റോഡിൻ്റെ ഈ സൈഡുകളിലും വീടുകൾ നമുക്ക് കാണാതെ. അതുകൂടാതെ റബ്ബർ കൃഷി ചെയ്താക്കുന്നതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇത് വലിയൊരു മാവ് നിൽപ്പുണ്ട് ഇവിടെ. ഈ കാണുന്നത് അശോകയുടെ പ്രാന്തപ്രദേശങ്ങളാണ്. അപ്പോൾ താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റംബൂട്ടാനൊക്കെ പറയപ്പെടുന്ന കാഴ്ച കാണുന്നത്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ 3 വെള്ളച്ചാട്ടം, മണപ്പാടി വെള്ളച്ചാട്ടം, അനൂർ വെള്ളച്ചാട്ടം, അതുപോലെ ഇലപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ഇതുപോലൊക്കെ ചെറിയ ചെറിയ തോടുകൾ കാണാതെ, മഴക്കാലത്ത് ശക്തിപ്രാപിക്കുന്ന ചെറിയ ചെറിയ കൈത്തോടുകൾ. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ മൂലമറ്റം പാറക്കുശൻ നിർമ്മാണ ഇടയിൽ നിർമ്മിച്ച റോഡാണിത്. ഇതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്ത് ഒരു ടണലുണ്ട്. അങ്ങോട്ട് വേണ്ടി നിർമ്മിച്ച റോഡാണിത്. ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി തുടങ്ങിയിട്ടോ. മൊത്തം കൊണ്ടുകൂടിയായി. ഇവിടെ റോഡിൻ്റെ ഇരു സൈഡുകളിൽ നമുക്ക് റബ്ബർത്തോട്ടങ്ങൾ കാണാം. ഇങ്ങനെ നമ്മുടെ പഴയ രീതിയിലുള്ള അടിക്കുന്ന കുഴൽക്കിണർ. വെള്ളം ഉണ്ടോ എന്ന് നോക്കിയാലോ? ഇല്ല, വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് വലിയൊരു പാറ നിൽക്കുന്നത് കാണാം കേട്ടോ. ഈ പാറയുടെ സൈഡിലായിട്ട് ചെറിയൊരു തോട് കാണാം കേട്ടോ. ഈ കരങ്ങിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇത് ചെറിയൊരു തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. അതിമനോഹരമായൊരു കാഴ്ച. അതെ, നമ്മൾ കയറി വന്ന റോഡിലാട്ടോ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റത്തിൻ്റെയൊക്കെ ഒരു വിദൂര ദൃശ്യം കാണാം. ഈ ഇരു സൈഡുകളിലും ഈ മരങ്ങൾ നിന്നാട്ടോ ഈ റോഡ് ഇങ്ങനെ ആയി പോകുന്നത്. വെള്ളം എല്ലാം വീണ് റോഡിൻ്റെ അവസ്ഥ കണ്ടോ. ഇതൊന്നും റീടാർ ചെയ്തിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷേ റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. ഇത് ഈ പാറയുടെ തൊട്ടടുത്തായിട്ട് ഉണ്ടായിരിക്കുന്ന വലിയൊരു മരം കണ്ടോ. അതിൻ്റെ തടി നോക്കിക്കേ, അത്യാവശ്യം നല്ല ഇഞ്ച് വലിപ്പത്തിലുള്ള തടിയാണ്. ചെറിയൊരു ജീപ്പ് റോഡാണ്. അതായത് ഒരു ജീപ്പിന് പോകാനുള്ള രീതിയിലുള്ള വഴിയാണ്. ഇതിനാണല്ലോ ജീപ്പ് റോഡെന്ന് വിളിക്കുന്നത് കേട്ടോ. ഇവിടെയെല്ലാം ആൾതാമസമുണ്ട്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോകുന്തോറും ഇവിടുത്തെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ വീടുകൾ കുറഞ്ഞു വരികയാണ്. ഇവിടെയൊക്കെ വാഴ കൃഷി ചെയ്താക്കുന്നതിൻ്റെ കാഴ്ചകളും കാണാം. ഇതെല്ലാം അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയുടെ കാര്യമാണ് പരിതാപകരം. എല്ലായിടത്തും തന്നെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്.
ഇവിടെ നിന്നൊക്കെ കറണ്ട് കൊണ്ടുവന്ന ടവർ ലൈൻ. ഇവിടെ എല്ലാം നമുക്ക് ഒരുപാട് ടവർ ലൈനുകൾ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ മല ടവർ മല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ടവർ ലൈനുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് അനൂര് പ്രദേശങ്ങൾ, ഈ കാണുന്നത് നമ്മുടെ പുത്തേട് പ്രദേശങ്ങൾ, ഇങ്ങോട്ട് പിന്നെ കൂവപ്പള്ളി, അതുപോലെ ഇലവിഴ പൂഞ്ചിറ ഭാഗങ്ങൾ. അപ്പോൾ നമുക്കിത് റോഡ് സൈഡിലായിട്ട് നമുക്കൊരു പേരമരം കാണാവേ. പേരയ്ക്ക ഉണ്ടോ നോക്കട്ടെ, പഴുത്തത്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഉറുമ്പൊക്കെ ഉണ്ട്, പഴുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴേക്കും നമുക്കിത് മൂലവറ്റത്തിന് പോകാനുള്ള ഒരു വഴിയാണ് കേട്ടോ. ഈ കാണുന്ന വഴിയിലൂടെ കുറച്ച് പോയാൽ നമുക്ക് മൂലവറ്റം സ്റ്റാൻഡിൻ്റെ മേളിൽ ചെന്ന് ഇറങ്ങാവുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെയൊക്കെ നമുക്ക് കൊക്കോ കൃഷി ഇതൊക്കെ തന്നെ കാഴ്ച കാണാതെ. താഴെയായിട്ട് വാഴക്കൃഷി, ഇത് അവിടെയായിട്ടൊരു വീട് നശിച്ചു കിടക്കുന്ന കാണാം കേട്ടോ. ആൾത്താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഈ മഴക്കാലത്ത് നമുക്ക് ഓരോ സ്ഥലങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആടിപ്പ് റോഡിലുമുണ്ട് ഇതുപോലെ ഒരു വെള്ളച്ചാട്ടം. ഇതൊന്നും മാത്രമല്ല, ഇനി ഇതുപോലെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, കുറച്ചും കൂടെ മഴ ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെള്ളം ഒഴുകുന്നതിൻ്റെ കാഴ്ച കാണാമായിരുന്നു. പക്ഷേ ഇത് ചുമ്മാ ഒരു നീർച്ചാല് പോലെ വെള്ളം ഒഴുകുന്നുണ്ട് നിലവിൽ. മുൻപൊക്കെ ഇവിടെയൊക്കെ വാട്ടർ കണക്ഷൻ ഉണ്ടായിരുന്നേ പഞ്ചായത്തിൻ്റെ വകയായിട്ട്. പക്ഷേ ഇപ്പോൾ നിലവിലൊന്നുമില്ല. ഇങ്ങനെയുള്ള ഇതിലായിരുന്നു അന്ന് വെള്ളം വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നിലവിലിവിടെ ഒന്നും വാട്ടർ കണക്ഷൻ ഇല്ല. കുണ്ടും കുഴിയുള്ള ടാറിട്ട റോഡിലൂടെ കേട്ടോ യാത്ര. ഇവിടെ നമുക്ക് ചെറിയൊരു നീർച്ചാല് കാണാം. ഇവിടെ എല്ലാം മേളിൽ റബ്ബർ തോട്ടങ്ങളാണ്. ഇനി അങ്ങോട്ട് ഇടുന്തോറും എൻ്റെ വീടുകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാം വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആഡിറ്റിലുള്ളൊരു വ്യൂ പോയിന്റ് കേട്ടോ, ആഡിറ്റ് വ്യൂ പോയിന്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൂലമറ്റം ടൗണ്, KSRTC, നമ്മുടെ IGP സ്കൂള്, തേക്കിൻ കൂപ്പ്, നമ്മുടെ വെള്ളച്ചാട്ടങ്ങൾ. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പതിപ്പള്ളി മല, അപ്പുറത്ത് വാഗമൺ മലനിരകളൊക്കെ നമുക്ക് കാണാം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇലവിഴ പൂഞ്ചിറ ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. ഇനി അങ്ങോട്ട് പോകും തോറും വീടുകൾ, താമസമില്ലാത്ത വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു 2-3 വീടുകളിൽ മാത്രമേ ആൾ താമസമുള്ളൂ. ഇവിടെ എല്ലാം അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കാട്ടുപന്നി ശല്യം, മുള്ളംപന്നി ശല്യം. ഈ ഇടയ്ക്ക് നമ്മുടെ ദൃശ്യം 3 സിനിമ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ ദൃശ്യം 2-ൽ നമ്മുടെ ജോർജ് കുട്ടി വസ്തിയിൽ ആസിഡ് ഒഴിക്കുന്നൊരു രംഗമുണ്ട്. ആ രംഗം ചിത്രീകരിച്ച സ്ഥലമാണ് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത്. ഒരു രാത്രിയുടെ പശ്ചാത്തലത്തിലാണ് അത് ചിത്രീകരിച്ചത്. ഇങ്ങോട്ടൊക്കെ വന്നു ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ആണ്. നോക്കിക്കേ, കുറേ ഇങ്ങനെ വള്ളിയുള്ള മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാതെ. ഇതുണ്ടോ, വള്ളിയുള്ള മരങ്ങൾ. ഇടുക്കി ഡാമിൻ്റെ അല്ലെങ്കിൽ ഇടുക്കി പദ്ധതി നിർമ്മാണ വേളയിൽ നിർമ്മിച്ച കലുങ്കായതുകൊണ്ടാണ് കേട്ടോ. ഒരു 50-60 വർഷം കഴിഞ്ഞിട്ടും ഈ കലുങ്കിന് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ ഉണ്ടോ, നല്ല കമ്പിയൊക്കെ വെച്ച് വാർത്താക്കുന്നതാണ് ഇവിടുത്തെ ഈ കലുങ്കിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതായിരിക്കും കേടുകൂടാതിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അത്യാവശ്യം മഴ ലഭിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ചെറിയ കൈത്തോട് ഒഴുകി പോകുന്നതിൻ്റെ സുന്ദരമായ കാഴ്ചകൾ. മഴക്കാലത്ത് മാത്രം ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളാട്ടോ ഇതൊക്കെ. നിങ്ങളിങ്ങനെ ഈ ചെറിയ വെള്ളച്ചാട്ടം കാട്ടി ബോറടിപ്പിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് കണ്ടാൽ പിന്നെ ഇങ്ങനെ എടുക്കാതിരിക്കുന്നല്ലേ. ഒരു പഴയൊരു പാറമടയായിരുന്നു. ഈ കാണുന്ന ഒരു വീടായിരുന്നു. പക്ഷേ ഇവിടെ താമസമില്ലെന്ന് തോന്നുന്നു വീടിൻ്റെ ആ അപ്പിയറൻസ് കണ്ടിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്തോറും 1-2 വീടുകളിൽ മാത്രമേ ആൾ താമസമുള്ളൂ. ബാക്കിയെല്ലാ വീടുകളിലെ ആൾക്കാരെല്ലാം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ടൗണിലേക്ക് പോയി കേട്ടോ. ഈ വഴിയുടെ പ്രശ്നം കൊണ്ടാകാം, അല്ലെങ്കിൽ കൃഷി ചെയ്തിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ടാകാം, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആൾക്കാരെ ഇവിടുന്ന് ഇറങ്ങി ടൗൺ പ്രദേശത്തേക്ക് താമസം മാറുകയാണ്. ഇവിടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റിൽ കൂടെ പോകുന്നൊരു പ്രതീതിയാണ്. എല്ലായിടത്തും ഇങ്ങനെ മരങ്ങളൊക്കെ തിങ്ങി നിറയ്ക്കുന്ന ഒരു കാഴ്ച. ശരിക്കും പൊട്ടമ്പടി മലയുടെ അടിവശത്താണ് നമ്മുടെ ഈ ആഡിറ്റ് റോഡ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ എല്ലായിടത്തും നമുക്ക് പറഞ്ഞ പോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളും പിന്നെ വലിയ പാറകളും ഒക്കെ എല്ലാം ഉണ്ട്. ഈ വീട് കണ്ടിട്ട് ആൾത്താമസം ഇല്ലാത്തതായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം മുഴുവൻ എല്ലാം പള്ള പിടിച്ച് രണ്ട് കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടം തൊട്ട് ആൾക്കാർ എനിക്ക് തോന്നുന്നു എല്ലാം ഇറങ്ങിപ്പോയാന്ന് തോന്നുന്നു കേട്ടോ. ഇവരൊക്കെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിപ്പോയാന്ന് തോന്നുന്നു.
എന്താ അല്ലേ ഇവിടെ തൊഴിലുറപ്പ് പണി നടക്കുന്നുണ്ട്, റോഡ് സൈഡൊക്കെ തെളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്തും ഈ വഴിക്ക് യാത്ര ചെയ്യാൻ പേടിയാ. കാരണം എല്ലാ കാട്ടുപന്നി വട്ടം ചാടിയിട്ടുണ്ടെങ്കിൽ തീർന്നല്ലോ. കാട്ടുപന്നി ശല്യമുള്ള സ്ഥലമാണ് അത്, നല്ല രീതിയിലുണ്ട്. ചിലപ്പോൾ കൂട്ടത്തോടെ കയറും, പറയാൻ പറ്റിയ. ഇത് മറ്റൊരു ആൾ താമസമില്ലാത്ത വീട്. വഴി അവസാനിക്കാറായിട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രവേശനമില്ല, അല്ലെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതേ അവിടെ കാണുന്ന ആ ഗേറ്റ് വരെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. എൻ്റെ പേര് ജോയി അല്ലേ? ഇപ്പൊ ചേട്ടൻ മാത്രമേ താമസിക്കുന്നുള്ളൂ? അത്രേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോ കാരണം എന്നായിരിക്കും? ഇറങ്ങിപ്പോ കാരണം ഈ പന്നി ശല്യം, കുരങ്ങ. അതല്ലേ, നല്ല രീതിയിൽ കാട്ടുപന്നി ശല്യം ഉണ്ടല്ലോ. കാട്ടുപന്നി ശല്യം എന്നും കാട്ടുപന്നി വരുന്നുണ്ട്. അതല്ലേ, മുള്ളമ്പന്നി ശരിക്കും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ പേടിയോ? കാരണം മൊത്തം ഇങ്ങനെ വെള്ളം പിടിച്ച് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ ഇറങ്ങിപ്പോയല്ലേ. മുള്ളമ്പന്നി ശല്യമില്ലേ? മുള്ളമ്പന്നിയുണ്ട്, കുരങ്ങുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം ആൾക്കാർ ഇറങ്ങിപ്പോയി. വഴിയും വളരെ മോശമല്ലേ? വഴിയും മോശമാണ്. അത് തന്നെയല്ല, താമസ സൗകര്യം കുറവ്, വെള്ളമില്ല. മഴക്കാലത്ത് മാത്രമേ വെള്ളമുള്ളൂ. മഴക്കാലത്ത് മാത്രമേ വെള്ളമുള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാർ ഇവിടെ എല്ലാവരും ഇറങ്ങി പോകുന്നില്ലേ. പിന്നെ കൃഷി ചെയ്ത് ജീവിക്കാൻ മാർഗമില്ല. അതെ, കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ കാട്ടുപന്നി. അതെ, പകൽ സമയത്ത് ഇറങ്ങാറുണ്ടോ? പകൽ സമയത്ത് ഇറങ്ങാറുണ്ട്. പകൽ സമയത്ത് ഇറങ്ങാറുണ്ട്. പകലും ഈ റോഡിൽ കൂടെ എല്ലാം പന്നി കാണും. എന്നാ പറയാനല്ലേ. അതെ, മലമുട്ട എല്ലാ അവസ്ഥ ഇത് തന്നെ. ശരിക്കും മലയുടെ പകുതിയായിട്ടുള്ളൂ. ഇത് അങ്ങോട്ട് ഇഷ്ടംപോലെ ആ ഭാഗത്തൊന്നും ആളില്ല. പൊട്ടമ്പടി ഭാഗത്തൊന്നും ഇല്ല. ഞാൻ ഇടയ്ക്ക് പോയായിരുന്നു, അവിടെ ഒന്നും ആൾത്താമസമില്ല. എല്ലാവരും ഇറങ്ങിപ്പോയി. ഇവിടുന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ പറയാനാ. അപ്പൊ അതാ നമ്മുടെ നാടിന്റെ അവസ്ഥ. അതാണ്. ഈ കാണുന്ന ഒരു പഴയ വീടാട്ടോ. ആ വീട്ടിലും ആൾക്കാർ താമസിക്കുന്നില്ല, അതൊക്കെ നശിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പൊ ദേ നമ്മുടെ റോഡ് ഇവിടെ കൊണ്ട് തീരുവാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആൾക്കാർ 1-2 വീട് ഉണ്ട്, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ടണലായതുകൊണ്ട് നമുക്ക് ടണലിന്റെ വീഡിയോ ഒന്നും എടുക്കത്തില്ല കേട്ടോ. പണ്ടൊക്കെ നമുക്ക് പോയി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് കുഴപ്പമില്ല. ഈ ഇടക്കാലം കൊണ്ടാണ് അവിടെ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അതേ കാണുന്ന വീട്ടിലൊന്നും ആൾത്താമസമില്ല, ആ വീടെല്ലാം നശിച്ച് കിടക്കുന്നു കേട്ടോ. ഇവരൊക്കെ നേരത്തെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് പറമ്പുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ റബ്ബറിന് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിൻ്റെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ആഡിറ്റ് റോഡിലെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.